കുണ്ടന്നൂർ ഇടപ്പള്ളി ബൈപ്പാസിൽ കുണ്ടന്നൂർ പാലത്തിന്റെ പണി വൈകുന്നത് യാത്രക്കാരെയും പ്രദേശവാസികളെയും ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി. പുതിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഇരുവശത്തു നിന്നുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ബൈപ്പാസിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമായ കുണ്ടന്നൂരിൽ ഇത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. ചരക്ക് ലോറികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂരിലെ പഴയ പാലം അടച്ചിരിക്കുന്നതിനാൽ പുതിയ പാലത്തിലൂടെയാണ് ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. വാഹനത്തിലേറെയുള്ള ഇവിടെ റോഡ് മുറിച്ചു കിടക്കുന്നത് ജീവൻ പണയം വെച്ചു വേണം. അപകടങ്ങളും ഇവിടെ നിത്യസംഭവമാണ്. തിരക്കേറിയ റോഡിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു. ഞങ്ങൾക്കിപ്പോ ഒരു മാസമല്ല, ഒരു 5-6 മാസത്തോളമായി. കാരണം ഞങ്ങൾക്ക് ഈ റോഡിന്റെ പണി തുടങ്ങിയ പിന്നെ കിഴക്കോട്ട് ട്രിപ്പ് വിളിച്ചാൽ പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ലക്ഷൂർ പോകണമെങ്കിൽ തന്നെ മാടവനെന്ന് ഇറങ്ങി വരണം. കാരണം ഹോസ്പിറ്റൽ കേസ് എല്ലാം അങ്ങനെ തന്നെയാണ്. പാലത്തിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ പണി പൂർത്തിയായാൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റം വരൂ എന്നിരിക്കെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം തുരങ്കം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന ഒരു നടപടിയത്. എന്നാൽ ഈ തുരപ്പ് ആദ്യം ഉണ്ടാക്കണ്ടേ? ഇത് KG അഭിപ്രായത്തിന് ലീ മെറിറ്റിന് മാത്രമായിട്ട് ഉണ്ടാക്കിയത് ഇത്. അല്ല പിന്നെ ആർക്കെങ്കിലും ഒരു പൊതുജനത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതിനകത്ത്? ഒരു വശത്തുകൂടി മാത്രം ഗതാഗതം നടക്കുന്നതും റോഡ് മുറിച്ചു കടക്കാനുള്ള ബുദ്ധിമുട്ടും തങ്ങളുടെ കച്ചവടത്തെ ബാധിച്ചെന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കച്ചവടങ്ങളൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന 3-4 കടകളൊക്കെ അടച്ചു പോയി. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ അടയ്ക്കാതെ ഉള്ളൂ. ഞങ്ങളുടെ ജീവനക്കാരുടെ പ്രശ്നം കാരണം അങ്ങനെ അടയ്ക്കാതിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്കും കഴിയേണ്ടതെന്നുള്ള മേലുള്ള ചിന്ത കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അടച്ച് പൂട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കും. പഴയ പാലത്തിന്റെയും ഇരുവശങ്ങളിലെയും തുരങ്കങ്ങളുടെയും പണി പൂർത്തിയാകുന്നതോടെ ഈ ഭാഗത്തെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മനോരമ ന്യൂസ്, കൊച്ചി.